ധ്യാനിക്കാനിരിക്കുന്നിടത്ത് നിന്ന് ഉറങ്ങാതിരിക്കുക. അതല്ലേ പ്രയാസം എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവന് ശപിക്കരുത് എന്ന് പറഞ്ഞാലോ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുന്നത്. അതൊരു നല്ല ശീലമല്ല. ശീലിച്ചു പോയതുകൊണ്ടാണ് പാലിക്കപ്പെടുന്നത്. ആ ശീലത്തെ നമ്മൾ ബോധപൂർവം ബ്രേക്ക് ചെയ്യണം. കേട്ടില്ലേ? അതിനെന്താ വഴി? ഇത്രയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു. അപ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം വീണ്ടും കുറച്ച് നേരം കൂടി ചെയ്യാം, ദീർഘമായിട്ട്. അപ്പോൾ ഉണർവ് വരും. ഇല്ലെങ്കിലോ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കുറച്ചുകൂടി ഒച്ചത്തിലാക്കി ചെയ്തു നോക്കുക. അപ്പോൾ ഉറക്കം വരും. എന്നിട്ട് രക്ഷയില്ലെങ്കിൽ അവിടെ ഇരുന്ന് സമയം കളയരുത്. കാരണം ദുശീലായി പോകും. പിന്നെയോ എഴുന്നേറ്റ് പോയി മുഖം കഴുകി വന്നിരുന്ന് നോക്കുക. എന്നിട്ട് നിവൃത്തിയില്ലെങ്കിലോ ഒരു 4 റൗണ്ട് ഓടിയിട്ട് വരിക. കാരണം വല്ലാതെ തമസ് ബാധിക്കുന്നു. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വരും. എന്തായാലും ധ്യാനിക്കാനിരിക്കുന്നിടത്തുനിന്ന് ഉറങ്ങി ശീലിക്കരുത്. ഓക്കെ. പലരും ധ്യാനവും ഉറക്കവും കൂടിക്കുഴഞ്ഞിട്ടാണ്. ഇപ്പം അത് തന്നെ ഉള്ളൂ. അത് മാറ്റണം. ഉറക്കം വന്നാൽ എന്താ ചെയ്യുക? ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും കേമമായിട്ടുള്ള ഡീലിംഗ്. ഉറക്കം വന്നാൽ ഉറങ്ങും എന്ന് തീരുമാനം എടുത്തോളൂ. ചിലപ്പോഴൊക്കെ സൗകര്യപ്പെടില്ല, അപ്പം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ ഒട്ടനെ പോയി ഒന്നുറങ്ങി ഇങ്ങോട്ട് പോരണം. വല്ലാതെ ഉറക്കം വരുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. 5 മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഉറങ്ങില്ല. കേട്ടില്ലേ? എന്താ കണ്ടീഷൻ? സ്വസ്ഥമായി നിവർന്ന് കിടക്കണം. കാലുകൾ കുറച്ച് അകലത്തിൽ വയ്ക്കുക. കൈകളും ശരീരത്തിന് കുറച്ച് അകലത്തിൽ വയ്ക്കുക. തലയൊന്ന് ചരിച്ചു വെച്ചോളൂ. എന്നിട്ട് കണ്ണടച്ച് ശരീരത്തിന് പെട്ടെന്ന് ഭാരം പൂർണ്ണമായും കുറയണു എന്ന് ഭാവന ചെയ്യുക. ഒരു ഘട്ടത്തിൽ അത് അങ്ങനെ പാറി നടക്കുകയാണ്. അതല്ലെങ്കിൽ ഭാരം കൂടി വരണമെന്ന് ഭാവിക്കുക. ദേ താണ് പോവുകയാണ്. ഇതിനിടയിൽ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉണർന്നുണ്ടാവും. അവിടെ പതുക്കെ എണീക്കാനും മുഖം കഴുകി ഫ്രഷ് ആവാനും തീരുമാനിക്കണം. കേട്ടില്ലേ? നല്ല സുഖം എന്ന് വിചാരിച്ചു കളയരുത്. തിരിഞ്ഞു കിടന്ന് ഉറങ്ങരുത്. തിരിഞ്ഞു കിടന്ന് ഉറങ്ങിയാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ ഉണരൂ. ഇത് ഗ്യാരണ്ടി. 5 മിനിറ്റ്. ഓക്കെ. ശരീരം അത്ര വിശ്രമം ആവശ്യപ്പെടുമ്പോൾ കൊടുക്കൂ. റൈറ്റ്. ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും വല്ലാതെ ഉറക്കം വരുമ്പോൾ അതിനെ ശപിക്കുന്നതിന് പകരം രക്ഷയില്ല, ഇതിലിപ്പോൾ നമ്മൾ ഉറങ്ങുന്നതോ ക്ലാസ് കേൾക്കാതായി പോകുന്നതോ നല്ല പ്രശ്നം, പിന്നെയോ നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും, അതാലോചിച്ചുള്ള വിഷമം. ശപിക്കാതെ ഒന്ന് അനുവദിക്കുക, ഞാൻ ഉറങ്ങാൻ പോകും. എന്തായാലും ഇപ്പോൾ ഉറക്കത്തോട് ഫൈറ്റ് ചെയ്ത് ഒന്നും കേൾക്കാതിരിക്കുന്നതിനേക്കാൾ ഭേദം ഒന്നനുവദിച്ച് അതിൽ നിന്ന് പുറത്ത് കിടക്കല്ലേ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഉറങ്ങി നോക്കൂ. അത് കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരികയില്ല. കേട്ടില്ലേ? ഇപ്പോൾ വീണ്ടും ആവർത്തിക്കട്ടെ. ഉറക്കത്തെ ശപിക്കരുതേ, ഉറക്കത്തോട് പോരടിക്കരുതേ. സൗകര്യം കിട്ടുമെങ്കിൽ അനുവദിക്കൂ. 5 മിനിറ്റിൻ്റെ കാര്യമാണ്. അത് കഴിഞ്ഞാൽ വളരെ ഫ്രഷായിരിക്കും.
റൈറ്റ്? പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പക്ഷേ ഉറങ്ങാൻ പോകുമ്പോഴേക്ക് ചെരിഞ്ഞ് കിടന്നൊക്കെ ഉറങ്ങി മെത്തയിലൊക്കെ കിടന്ന്, അതാണ് പ്രശ്നമാണ്. ഒരു പായ വിരിച്ചേ ചെയ്യാവൂ. അത് കഴിഞ്ഞാൽ ഉടനെ എണീറ്റോളും. അപ്പം കൂടുതൽ നന്നായിട്ട് പഠിക്കാനും പറ്റും. ഇങ്ങനെ 2 തടസ്സങ്ങൾ. ഉറക്കത്തിൻ്റെ തടസ്സം. രണ്ടാമത്തെ തടസ്സം ചിന്തകളുടെ തടസ്സമാണ്. ചിന്തകളെ എങ്ങനെ ഡീൽ ചെയ്യും? ചിന്തകളെ 2 പ്രകാരത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഒന്ന് സാക്ഷിഭാവം, 2 വിശകലന രീതി. എന്താ സാക്ഷിഭാവം? സാക്ഷിഭാവത്തിൽ ചിന്തകൾ വരട്ടെ പോവട്ടെ, ജസ്റ്റ് വാച്ച് ഇറ്റ്. ബി എ വിറ്റ്നസ് ഓഫ് ഓൾ ദി തോട്ട്സ്. എപ്രകാരമാണോ മലർന്നു കിടന്ന ആകാശത്തിലെ മേഘവിന്യാസത്തെ ശ്രദ്ധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കടൽക്കരയിൽ തിരമാലകൾ വന്നു പോകുന്നത് നോക്കിക്കണ്ടതുപോലെ, ഒരു ചിന്തയുമായിട്ടും കൂടിക്കഴിയാതെ ജസ്റ്റ് വാച്ച് ഇറ്റ്. അറിയാതെ പെട്ടുവോ? അപ്പോഴും വീണ്ടും പറയാം, ഞാൻ സാക്ഷിയാണ്. ഈ അഭ്യാസം കൊണ്ട് ക്രമേണ ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രീതി കൂടുതൽ ഉറച്ചു കിട്ടും. രണ്ടാമത്തത് വിശകലനം. വിശകലനത്തിൽ 2 രീതി അവലംബിക്കാം. ഒന്ന്, ഏത് ചിന്തയും അസോസിയേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും. റിലേഷൻഷിപ്പ് ഉണ്ടാവും ഏത് ചിന്തയിലും. ആ റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്യുക. ഉദാഹരണമായിട്ട്, അങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പോഴാണ് ഒരു തോന്നൽ, മകൻ ഇനിയും വന്നില്ലല്ലോ. ആ തോന്നൽ എന്തുകൊണ്ട് വന്നു? ഞാൻ അച്ഛനായതുകൊണ്ട് വന്നു, അമ്മയായതുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു നമ്മളോട്? ഞാനിപ്പോൾ തൽക്കാലം അതിന് അച്ഛനല്ല, അമ്മയല്ല. കേട്ടില്ല? റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാം. അത് പിന്നെ ചിന്ത സ്വതന്ത്രമാവും. അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയും എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്ന് നമ്മളോട് സംസാരിക്കുക. അത്യാശ്രമസ്ഥ. മറ്റൊരു വഴി, മകനെക്കുറിച്ചുള്ള ചിന്ത വരുന്നു, അല്ലെങ്കിൽ ശത്രു നമ്പർ 1 കുറിച്ചുള്ള ചിന്ത വരുന്നു. ആ ചിന്തയെ അങ്ങോട്ട് കയറി പിടിക്കുക. കേട്ടില്ലേ? എന്നിട്ട് വിശകലനം ചെയ്യും. വിശകലനം ചെയ്ത് ചെയ്യണ ആൾ മാത്രമാകും. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ. അങ്ങനെ ചെയ്യാൻ മുതിരുമ്പോൾ ഒരു ഗുണമുണ്ട്. പലതും തിക്കിത്തിരക്കി വരില്ല, ഒന്ന് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അത് അങ്ങോട്ട് പൂർത്തിയായിക്കോളും. ഇതുകൊണ്ടൊക്കെ എന്താ ലക്ഷ്യമാക്കേണ്ടത്? ആകൃതിയില്ല, നാമരൂപാദികളില്ല, ഒന്നുമില്ലാത്ത ബോധം മാത്രം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ അവർ ഉപദേശിക്കുക നിഷേധത്തിൻ്റെ രീതിയാണ്. നിഷിധ്യ നിഖിലോപാധീൻ, എല്ലാ ഉപാധികളെയും നിഷേധിച്ചിട്ട് ഒടുവിൽ നിഷേധാവധി, ഇനിയൊന്നും നിഷേധിക്കാനില്ല. ആ ഘട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതായിട്ടിരിക്കും. ഇത്രയൊക്കെ കേട്ടത് പ്രയോജനപ്പെടുത്തു. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. സ്വൽപ്പപൂർവകമായ അനുഷ്ഠാനം പോലും നിങ്ങൾ വലിയ
ഭയങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന വാഗ്ദാനം. അതുകൊണ്ട് ഇതിൽ പരാജയത്തെക്കുറിച്ച് ഒരു ആശങ്കയും പുലർത്തരുത്, ഒട്ടും നിരാശപ്പെടരുത്. ദൈവമേ നേരെയാവണില്ലല്ലോ, എത്ര കാലം എന്ന് പറയണ്ട. കാരണം ഇപ്പം നേരെയാവുക, സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ പുതുതായിട്ടൊന്നല്ലല്ലോ. നിങ്ങൾ ആത്മാവാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സത്യം തന്നെ. ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ വിസ്താരമാണെന്നുള്ളത് അറിഞ്ഞാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ സത്യം തന്നെ. ആ സത്യത്തിലേക്ക് ആവോളം സങ്കല്പങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി താതാത്മ്യപ്പെടാൻ ഉദ്യമിക്കുന്നു, അത്രയേ ഉള്ളൂ. കൈവിട്ടു പോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. കേട്ടില്ലേ? അതുകൊണ്ട് ഈ യാത്രയിൽ ഒട്ടും ഒരു കാലത്തും നിരാശ പുലർത്താതിരിക്കും. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ, എന്നും സമയം നീക്കി വയ്ക്കുന്നു. ബസ് ഇങ്ങനെ പരിശീലനം ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. തുടർന്ന് ആത്മനേഹി മനസഹ സമാധാനം വക്ഷ്യതി. ഈ യാത്രയുടെ പരിശീലനത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ആത്മാവിൽ ചിത്തം സമാധിഭാവത്തെ പുൽകണം.